വന്ന് കിടക്കപ്പൂ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കിടക്കുക തന്നെ ആയിരുന്നില്ലേ? കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ. ഇവിടെ നല്ല കാറ്റുണ്ട്. എത്ര ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടാവും മാളു? ഇന്നും കൂടെ കൂട്ടിയ 6. എന്റെ കണക്കിൽ 4. 2 ദിവസം ഫുൾ ബ്ലാക്ക് ഔട്ട് ആയിരുന്നല്ലോ. ഈ ലോകത്ത് എനിക്ക് ചുറ്റും സംഭവിക്കുന്ന ഒന്നും അറിയാതെ ഞാൻ മരിച്ചുപോയ 2 ദിവസങ്ങൾ. യെസ്, ഒരു കുഞ്ഞു മരണം. എല്ലാ അർത്ഥത്തിലും മരണത്തിന്റെ ഒരു റിഹേഴ്സൽ തന്നെയായിരുന്നു അത്. ആ 2 ദിവസങ്ങൾ ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിന്റെ കലണ്ടറിൽ ഉണ്ടാവില്ല. അപ്പോ നീ എന്തിനാ വീണ്ടും അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നേ? മറന്നേക്ക്. ഇനി ഒരിക്കലും നീ ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ കലണ്ടറിലില്ലാത്ത ദിവസങ്ങളെക്കുറിച്ച്. ആ 2 ദിവസങ്ങൾ ICUവിന് പുറത്തു നിന്ന് ഞാൻ അനുഭവിച്ച ടെൻഷനും സങ്കടവും ഒക്കെ എത്ര ഭീകരമാണെന്ന് നിനക്കറിയോ? ഞാൻ മാത്രമല്ല, അങ്കിളും ആന്റിയും നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരും. ഇല്ല മാളു, നീ പേടിക്കണ്ട. ഇനി ഒരിക്കലും ഞാനൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തില്ല. ഒരിക്കൽ എഴുതി തോറ്റ പരീക്ഷ വീണ്ടും പഠിച്ചെഴുതി ജയിക്കാൻ നോക്കുന്നത് ഒരു ബോറ ഏർപ്പാടാ. ഞാനിതൊന്ന് വിശ്വസിച്ചോട്ടെ? ഷുവർ. അല്ലെങ്കിലും ഈ സ്വയം ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഒരു മുടിഞ്ഞ കലാപരിപാടിയാണ്. ഫുൾ സ്റ്റോപ്പ് ഇടാൻ നമ്മൾ തീരുമാനിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, പേനത്തുമ്പിനും പേപ്പറിനും ഇടയിലെ ആ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്. അതൊരു വല്ലാത്ത അനുഭവം. ലൈഫിൽ നമ്മളെ മോഹിപ്പിക്കുന്നതെല്ലാം അതിന്റെ മാക്സിമം മനോഹാരിതയോടുകൂടി നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോവും. അതൊരു വല്ലാത്ത പ്രലോഭനമാണ്. അതൊന്ന് കടന്നു കിട്ടിയാ പിന്നെ ഈസിയാ. അപ്പോ നീ ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് കേൾക്കണ്ട. സോറി, ഞാൻ പിന്നെയും ബോറാക്കിയല്ലടാ. ഒരു ബോറൻ ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ? എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല നിനക്ക്? അല്പം പോലും ഇല്ലെന്നേ. താങ്ക്സ് ഡിയർ, എന്നെ ഇങ്ങനെ സഹിക്കുന്നതിന്. ഞാൻ കാരണം അരുൺ പാക്കറിനുമായുള്ള എൻഗേജ്മെന്റ് മുടങ്ങിയല്ലേ? അത് നീ കാരണമാണെന്ന് ആരാ പറഞ്ഞേ? ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിലും ചിലപ്പോ അത് മുടങ്ങിയേനെ. സത്യം? നീ വാ, മതി ഇവിടെ നിന്നത്. ഇനി കുറച്ചു നേരം പോയി കിടക്ക്. നീ പൊയ്ക്കോ, പോയി റെസ്റ്റ് എടുക്ക. അങ്കിളും ആന്റിയൊക്കെ നിന്നോട് കട്ട കലിപ്പിലായിരിക്കുമല്ലേ? നീ ചെല്ല. അപ്പു, ഐ എം സോറി അപ്പു. ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു. നിനക്ക് തന്ന പ്രോമിസ് എനിക്ക് തെറ്റിക്കേണ്ടി വന്നു. ICUവിൽ നീ രക്ഷപ്പെടുവോ ഇല്ലേന്ന് ഉറപ്പില്ലാതെ കിടന്നപ്പോ ആ സമയത്ത് ഗീതാന്റെ അങ്കിളും നിന്റെ കാര്യത്തെ ഞാനെന്തോ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ടെന്ന് സംശയിച്ചിരുന്നു. കണ്ണു തുറന്നപ്പോ നീ ആദ്യം ആവശ്യപ്പെട്ടത് എന്നെ കാണണമെന്നായിരുന്നു. നിന്നെ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോ ആന്റി അങ്കിളിനെ നേരിടാൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇങ്ങോട്ടൊരു ചോദ്യം ഉണ്ടാവുന്നതിന് മുൻപ് ആന്റിയോടെങ്കിലും
സത്യം തുറന്നു പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആന്റിയോടെല്ലാം തുറന്നു പറഞ്ഞു.